back to Xylem Learning. It's me, your Anwar Miss. So, ഇന്ന് മിസ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് പാഠമാണ് അല്ലെ. ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററിന്റെ സമ്മറിയുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. സോ വി നോ ദാറ്റ് ഹൗ ഫാർ ഈസ് ദ റിവർ. നമുക്ക് ആ ഒരു ടൈറ്റിലിന് എന്തുണ്ട്, റിവർ ഉണ്ട് അല്ലെ. സോ നമുക്കറിയാം എന്താണ് പുഴ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ചാപ്റ്റർ എന്തായിരിക്കും, നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സംതിങ് ആയിരിക്കും. ആൻഡ് വി നോ ദാറ്റ് ദ ഓത്തർ ഓഫ് ദ സ്റ്റോറി, ഈ കഥ എഴുതിയത് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. സോ റസ്കിൻ ബോണ്ട് എന്നുള്ള ആ പേര് കേൾക്കുമ്പോഴും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, സംതിങ് റിലേറ്റഡ് ടു നേച്ചർ. എന്തോ ഒരു നേച്ചറും മൂപ്പരും തമ്മിലുള്ള എന്തോ ഒരു എന്താണ് ഒരു കൊളാബറേഷൻ ആയിരിക്കും എന്നുള്ളത് എന്താണ്, ഇറ്റ് ഈസ് ഷുവർ അല്ലെ, 100% ഉറപ്പാണ്. നിങ്ങൾ 7ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് 8, 9, 10 ഈ 3 ക്ലാസ്സുകളിലായിട്ട് റസ്കിൻ ബോണ്ടിന്റെ ഒരുപാട് കഥകൾ പഠിക്കാനുണ്ട്. സോ ഹൗ ഫാർ ഈസ് ദ റിവർ, ബ്യൂട്ടിഫുൾ ടൈറ്റിൽ. എത്ര ദൂരമുണ്ട് ഇനി പുഴയിലേക്ക് അല്ലെ, എത്ര ദൂരത്താണ് പുഴ കിടക്കുന്നത് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി നിറഞ്ഞ ഒരു ചോദ്യം ആരുടേതായിരിക്കാം? നിങ്ങളുടേതാണോ, എന്റേതാണോ, അല്ലെങ്കിൽ നിങ്ങളെ പോലെ വളരെ ക്യൂരിയോസിറ്റി നിറഞ്ഞ ഏതെങ്കിലും ഒരു കുട്ടിയുടേതാണോ? ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ഈ കഥയിൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്നുള്ളത്. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. നോക്കൂ, ഹൗ ഫാർ ഈസ് ദ റിവർ. This is the title. It tells the tale of a young boy who embarks on a journey to appreciate nature's beauty. ഇതൊരു കൊച്ചു പയ്യന്റെ കഥയാണ്. നിങ്ങളെപ്പോലെ ചെറിയൊരു കൊച്ചു പയ്യന്റെ കഥയാണ്. മൂപ്പര് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി, എന്നാൽ ആകാംക്ഷയോട് കൂടി, എക്സൈറ്റ്മെന്റോട് കൂടിയൊക്കെ മൂപ്പര് എങ്ങോട്ടേക്ക് ഇറങ്ങി, നേച്ചറിലേക്ക് ഇറങ്ങി, പ്രകൃതി ഒന്ന് കാണാം, പ്രകൃതി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, ഒന്ന് അതിന്റെ ഭംഗി ആസ്വദിക്കാം. ചുറ്റുപാട് എന്തൊക്കെയുണ്ട്, മരങ്ങള്, കിളികള്, പുഴകള്, പക്ഷികള്, കല്ല്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാൻഡ്സ്, മണ്ണ്, ഇതൊക്കെ നമ്മൾ ശരിക്കും സൂക്ഷിക്കാൻ തുടങ്ങി എന്താണ്, ഒരുപാട് നമുക്ക് അതിൽ എന്തുണ്ട്, കാണാനുണ്ട്, പഠിക്കാനുണ്ട്. ബട്ട് വി ഡു നോട്ട് ഡു ദാറ്റ് അൺഫോർച്ചുനേറ്റ്ലി. നമ്മളത് എന്ത് ചെയ്യാറില്ല, നിർഭാഗ്യവശാൽ നമ്മളത് ചെയ്യാറില്ല. പക്ഷെ ഹിയർ the boy who wants to explore something in nature and he is getting ready to do that. ഒരു പയ്യൻ, ചെറിയൊരു പയ്യനും അവന് കാണണം പല സംഗതികളും, അതിന് റെഡി ആയിട്ട് ആളെ ഇങ്ങോട്ടേക്ക് പോവാണ്, നേച്ചറിലേക്ക്, ചുറ്റുപാടിലേക്ക്, അവന്റെ ചുറ്റുള്ള സ്ഥലത്തേക്ക് മൂപ്പർ റെഡി ആയിട്ട് പോവാണ്. നോക്കാം നമുക്ക്. ദ ബോയ്. സോ ഞാൻ പറയുന്നതിൽ ഫസ്റ്റ് കഥാപാത്രം എന്ന് പറയുന്നത് ആരാണ്? ദ സെൻട്രൽ ക്യാരക്ടർ. Who is the central character? It is the boy. The boy around 12 years had good feature and clear brown skin, but his hands and feet were rough and scratched. ഒരു 12 വയസ്സുള്ള പയ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് എക്സാക്ട് നിങ്ങളുടെ പ്രായം തന്നെ. മുമ്പ് എന്തായാലും ആള് നല്ല മൊഞ്ചനാണ്, മൊഞ്ച കുട്ടാപ്പനാണ്, സുന്ദര സുമുഖനാണ്. എന്താ അവിടെ പറയുന്നത്, ഗുഡ് ഫീച്ചേഴ്സ് അല്ലെ. ഗുഡ് ഫീച്ചേഴ്സ് പറയുന്നത് നല്ല ഭംഗിയുള്ള കണ്ണ്, നല്ല കറക്റ്റ് ഫിറ്റിംഗ് മൂക്ക്, നല്ല ചിരി, നല്ല ചുണ്ട്, ഇതൊക്കെ ഉണ്ട്. ദെൻ ക്ലിയർ ബ്രൗൺ സ്കിൻ, ലൈറ്റ് ബ്രൗൺ സ്കിന്നുമാണ് ആൾക്ക് എന്ത് ഉള്ളത്. ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. പക്ഷെ മൂപ്പര് കൈയും കാലൊക്കെ എന്തുണ്ട്, അത്യാവശ്യം സ്ക്രാച്ചും, അത്യാവശ്യം പൊട്ടും കുത്തും വെട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം, മൂപ്പർ എന്താണ്, നോട്ട് എൻ ഓർഡിനറി ചൈൽഡ്. എന്തല്ല, ഒരു ഇരുത്തിയോർത്തിരിക്കുന്ന എപ്പോഴും ഉമ്മമാര് മാറ്റിച്ചു ടു ബി ചൈൽഡ് അല്ല. ആള് കുറച്ച് എന്താണ് കുസൃതിയും വികൃതിയും, കുറച്ച് പറ്റി പിടിച്ച് കയറുന്നതും, മണ്ണിൽ കളിക്കുന്നതും, പൊട്ടലും മുറിയലും ഒക്കെ എന്താണ് ഉണ്ടായിട്ടുള്ള ആളാണെന്നുള്ളത് ഈ ഒരു സെന്റൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം അല്ലേ. ആളൊരു ഓർഡിനറി ബോയ് അല്ല, ഇഷ്ടമാണ് കാര്യങ്ങൾ പഠിക്കാനും അറിയാനൊക്കെ ഇഷ്ടമാണെന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാവും. ഹി ഹാഡ് അൺറൂലി ബ്ലാക്ക് ഹെയർ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. നല്ല തിളക്കമുള്ള കണ്ണുകൾ നമ്മുടെ ബോയിന്റ്. എന്റെ പോലെയാണോ? എന്നത് ബ്രൗൺ ഐസ്, നോട്ട് ബ്ലാക്ക് ഐസ്. പക്ഷെ അൺറൂലിയിലെ എന്താണ്, നല്ല അൺറൂലി ആയിട്ടുള്ള എന്തുണ്ട്, ബ്ലാക്ക് ഹെയർസ്, നല്ല കട്ടിയുള്ള ചുരുള മുടിയുള്ള ആൾക്ക് നല്ല മുടിയൊക്കെ ഉണ്ട്, നല്ല തിളക്കമാർന്ന കണ്ണുണ്ട് ആൾക്ക്. He walked around barefooted to enjoy the sensation of warm stones and cool grass. ഒരു ദിവസം മൂപ്പർ എന്ത് ചെയ്തു, അങ്ങ് ഇറങ്ങി നടന്നു. എന്തിനാണ്? barefooted. എന്താ barefooted എന്ന് പറഞ്ഞാല് എന്താ, ചെരുപ്പിടാതെ നടക്കുക. ഓക്കെ, സോ barefooted ആയിട്ട് ആൾ എന്ത് ചെയ്തു, ആളങ്ങ് ഇറങ്ങി നടന്നു. എന്തിനാ ഇറങ്ങി നടന്നത്? He wanted to enjoy. അവന് സന്തോഷം കിട്ടണം, ആസ്വദിക്കണം, എൻജോയ്മെന്റ് വേണം. എന്താ എൻജോയ്മെന്റ് വേണ്ടേ? ഹി വാണ്ടഡ് ടു ഫീൽ, ഹി വാണ്ടഡ് ടു സെൻസ്. അവൻ അറിയണം ആ ഒരു ചൂടിൽ നടക്കുമ്പോൾ, ചൂടിൽ ചെറിയൊരു മണ്ണിൽ ചവിട്ടി നടക്കുമ്പോഴുള്ള ആ ഒരു സെൻസേഷൻ,
അനുഭവം, ഫീലിംഗ് അത് അവന് അറിയണം. അതേപോലെ കൂൾ ഗ്രാസ്, ചൂടുള്ള കല്ലിൽ ചവിട്ടുമ്പോൾ എങ്ങനെയാണ്, തണുത്ത പുല്ലിലൂടെ നടക്കുമ്പോൾ അത് എങ്ങനെയാണ്, നമ്മൾ പുല്ല് കൂടെ ഷൂസ് ഇട്ട് നടന്നാൽ നമുക്ക് ആ സെൻസേഷൻ കിട്ടൂല അല്ലേ? ഇപ്പൊ ഞാൻ ഈ ഒരു എന്റെ കയ്യിൽ എന്താണ് ഗ്ലവ് ഇട്ട് വെക്കുന്നത്, ഗ്ലവ് ഇടാതെ വെക്കുന്നത് രണ്ടും രണ്ട് സെൻസേഷൻ ആണ്. സോ അവന് അറിയണമായിരുന്നു തണുത്ത പുല്ലിലൂടെ ചവിട്ടുമ്പോൾ അനുഭവം എന്താണ്, ചൂടുള്ള കല്ലിന്റെ മേലെ ചവിട്ടുമ്പോൾ അനുഭവം അത് എന്താണ്, ഇതൊക്കെ ആൾക്കറിയണം. ഇതുകൊണ്ട് തന്നെയായിരിക്കും ആളെ കയ്യിലും കാലിലും നിറയെ എന്ത് സ്ക്രാച്ചസും അല്ലേ? യെസ്, നെക്സ്റ്റ് വൺ. The river was hidden by the densely forested mountain, but the boy knew it was there. He wanted to see the river. ആൾക്ക് എന്ത് കാണണം, പുഴ കാണണം. പക്ഷെ അവൻ അറിയാം ഈ പുഴ എന്തുണ്ട്, പർവ്വതങ്ങൾക്ക് മൗണ്ടെയിൻസിനപ്പുറമുണ്ട്. പർവ്വതങ്ങൾ പുഴ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നോക്കുമ്പോ, നേരെ നോക്കുമ്പോ എന്തുണ്ട്, ഒരുപാട് മലനിരകളുണ്ട്. ഈ മലകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവന് കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പുഴ എന്ത് ചെയ്തിട്ടുണ്ട്, ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. മുന്നിൽ ഇങ്ങനെ ബാരിയർ പോലെ നിൽക്കുന്നുണ്ട്. The boy knew it was there. അവൻ അറിയാം ആ പുഴ അവിടെ ഉണ്ടെന്നും. He wanted to feel the water and get to know it. അവനാണെങ്കിൽ എന്ത് വേണം, പുഴയിൽ ഇറങ്ങണം, ആ ഒരു പുഴയിലുള്ള വെള്ളം ഫീൽ ചെയ്യണം, ആ തണുപ്പ് അവൻ അറിയണം. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോയ് വന്നത്. പക്ഷേ his mother and father had spent the entire day visiting relatives. ഇവന്റെ അച്ഛനും അമ്മയും ആ ദിവസം മൊത്തം കുടുംബക്കാരടുത്ത് വിസിറ്റ് ചെയ്യാൻ പോയതാണ്. They wouldn't know where he had gone if he arrived home before they did. അവർ വരുന്നതിന് മുൻപ് നമ്മുടെ ബോയ്ക്ക് എഴുതണം, വീടിനുള്ളിൽ കയറണം. അങ്ങനെ കയറി എന്താണ്, അച്ഛനും അമ്മയും അറിയാനും പോകുന്നില്ല. ഇവൻ എവിടെ പോയി, എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അച്ഛനും അമ്മയും അറിയാനും പോകുന്നില്ല. നെക്സ്റ്റ് വൺ, he packed a loaf of bread for his journey and set out. നെക്സ്റ്റ് ആൾ എന്താ ചെയ്യുന്നത്, അല്ലെ എന്താ, ലോഫ് ഓഫ് ബ്രെഡ്, ഒരു ബ്രെഡിന്റെ വലിയൊരു കഷ്ണം എടുത്തിട്ട് ആള് പോവാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്തു, സെറ്റ് ഔട്ട് അല്ലെ, ആളെന്താണ് ഒരു യാത്ര പുറപ്പെട്ടു. സെറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഫ്രേസൽ വേർബ്. നമ്മളൊരു ബിഗിനിങ് ഓഫ് എ ജേർണി, ഒരു യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസൽ വേർബ് ആണ് സെറ്റ് ഔട്ട് എന്നുള്ളത്. The boy passed a woodcutter and asked him how far it was to the river. ആദ്യം മൂപ്പർ കാണുന്നത് ആരെയാണ്, ഒരു വുഡ് കട്ടറാണ്, മരം വെട്ടുകാരന്. മരം വെട്ടുകാരനോട് എന്താ ചോദിച്ചത്, ഏട്ടാ എത്രയുണ്ട് ഇനി ഇവിടെ നിന്നും പുഴയിലേക്ക്, പുഴ കാണാൻ ഇനി എത്ര ദൂരം ഞാൻ നടക്കണം. He was 7 miles away, and even after the woodcutter warned him that it was a long walk for a little boy like him, he was confident he was a good walker and would make it. വുഡ് കട്ടറോട് ചോദിച്ചു, വുഡ് കട്ടർ എന്താ പറയുന്നത്, എ ബോയ്, യു ആർ എ ലിറ്റിൽ ബോയ്, നീ ഒരു കുഞ്ഞു പയ്യനാണ്. ഇവിടെ നിന്നും 7 മൈൽ എന്താണ് ദൂരെയാണ് നീ ചോദിക്കുന്ന പുഴ. ആ പുഴയിലേക്ക് നടക്കാൻ നിന്നെ പോലെ കുഞ്ഞു പയ്യൻ എന്തില്ല, സാധിക്കൂല. സോ ഇറ്റ് ഇസ് എ റിസ്ക്, ഇത് റിസ്ക് ആണ്, ഡേഞ്ചറസ്, യു കനോട്ട് മീറ്റ് യുവർ എന്താണ് പ്ലാൻ, നിനക്ക് നിന്റെ പ്ലാനായിട്ട് എന്തില്ല അത് കണ്ടുപിടിക്കാൻ പറ്റൂല. ബട്ട് ഹി വാസ് കോൺഫിഡന്റ് ബോയ്. നമ്മൾ എന്താണ്, നമ്മുടെ പയ്യൻ, നമ്മുടെ ഹീറോ എന്താണ്, ഹി വാസ് എ കോൺഫിഡന്റ് ബോയ്. ആള് ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഹി വാസ് സ്ട്രോങ് ബോയ് മൈ മൈൻഡ്. ആള് ഭയങ്കര മനക്കെട്ടിക്കുള്ള ആളാണ്. അവനെന്താ പറയുന്നത്, നോ, പിടിക്കാൻ പറ്റും, തീർച്ചയായിട്ടും എന്താണ് പിടിക്കാൻ പറ്റും, എനിക്ക് കാണാൻ പറ്റും, പുഴ കാണാൻ പറ്റും, ബിക്കോസ് ഐ ആം എ ഗുഡ് വാക്കർ. ഞാൻ എന്താണ്, ഞാൻ നല്ലൊരു അടിപൊളി നടത്തക്കാരനാണെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ബോയ് സ്വയം വിശ്വസിക്കുന്നതും അവൻ പറയുന്നതും. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, the trail was narrow and steep. അവൻ നടക്കുന്ന കുന്നിച്ചെരിവുകളും കാര്യങ്ങളൊക്കെ എന്താണ്, ഇറ്റ് വാസ് നാരോ, വളരെ നേർന്നതാണ്. സ്റ്റീപ്പ് എന്ന് പറയുന്നത് കുത്തനെയുള്ളത്, ചെരിഞ്ഞു നിൽക്കുന്നത് അല്ലെ, കുത്തനെ. സോ ദ ബോയ് ഹാഡ് ടു റൺ ഫോർ ദ മെജോറിറ്റി ഓഫ് ദ ടൈം. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യണം, അധിക സമയം അവൻ എന്ത് ചെയ്യണം, ഓടണം. He slipped a couple of times on the dizzy curving slope. So what happened to him when he was climbing the mountain? ആ മൗണ്ടൈൻ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് ആളിങ്ങനെ പോവാം. ആ പോകുന്നതിനിടയിലൊക്കെ what happened to him? He was dizzying. Dizzying എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, dizzying പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, തല കറങ്ങി പോകുന്നത് നമ്മൾ പറയില്ലേ. സോ അങ്ങനെയുള്ള വളവുകളും തിരിവുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വളവുകളും തിരിവുകൾക്ക് മൂപ്പർ എന്ത് ചെയ്തു, ഓടിക്കേറി. ചില സമയത്ത് എന്ത് ചെയ്തു, ആള് വീണ് പോകുന്നുണ്ട്, മുറിവ് പറ്റുന്നുണ്ട്. നോട്ട് മൈൻഡിങ് എനിത്തിങ്, ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ആളല്ലേ. നെക്സ്റ്റ് വൺ, the roots smoothed out and ascended as the boy approached the valley. He ran into a girl going in the opposite direction. She was holding a long curved knife that she had been using to chop grass. ആളിങ്ങനെ കയറി പോന്നിനെടുക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അവളെ കയ്യിൽ ഒരു കത്തിയുണ്ട്, പുല്ലരിയാൻ അല്ലെ, നടക്കുന്ന വഴിയിലെ പുല്ലരിയാൻ കത്തിയൊക്കെ ആയിട്ടാണ് ഗേൾ നടക്കുന്നത്. നെക്സ്റ്റ് വൺ,
The girl had evidently never been to the river or was thinking of another, for she stated 20 miles without hesitation. അവളാണെങ്കിലോ പുഴ കാണണമെന്നില്ല, അവൾക്ക് എന്താണ്, ഷി ഹാഡ് സം അതർ പ്ലാൻ. അവളെ സംബന്ധിച്ച് വേറെ എന്തോ ഒരു പ്ലാൻ ആണുള്ളത്. അപ്പൊ അവൾ ആ പ്ലാനുമായിട്ട് മുന്നോട്ടേക്ക് പോയി. നമ്മുടെ ബോയ് എന്ത് ചെയ്തു, റിവർ കാണാൻ വേണ്ടി പോയി. നെക്സ്റ്റ് ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട് അല്ലേ, നിങ്ങൾക്ക് ഇവിടെ ഒരു ഹെഡിങ് കാണാൻ പറ്റും. യു ക്യാൻ സീ എ ഹെഡിങ് ഹിയർ, വൈറ്റ് ബ്ലൂ ആൻഡ് ബ്യൂട്ടിഫുൾ. എന്താണ് വൈറ്റ്, എന്താണ് ബ്ലൂ ആൻഡ് വാട്ട് ഇസ് ബ്യൂട്ടിഫുൾ? എന്തോ ഒരു സംതിങ് ഇസ് ഹിയർ അല്ലെ. വെള്ള നിറമുണ്ട്, നീല കളർ ഉണ്ട്, ആൻഡ് ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നുണ്ട്, ഭംഗിയുണ്ടെന്ന് പറയുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഇസ് ദാറ്റ്. നോക്കാം നമുക്ക് എന്താന്നുള്ളത്. ലെറ്റ്സ് സീ ഹിയർ. Another boy appeared ahead of him. അങ്ങനെ മൂപ്പർ നടന്ന് നടന്ന് പോകുമ്പോണ്ട് മലന്റെ മേലെ മറ്റൊരു സാധു പയ്യൻ, ഒരു ക്യൂട്ട് ആൻഡ് എന്താണ്, ഒരു ബോയ് ഇസ് കമ്മിങ്. ഹേർഡിങ് എ കപ്പിൾ ഓഫ് ഗോഡ്സ്. ഒറ്റയ്ക്കല്ലേ വരുന്നത്, മൂപ്പർ ആരാണ്, ഇടയ്ക്ക് ആട്ടിടയനാണല്ലേ, മൂപ്പർ കുറെ ആടുകളിയായിട്ട് മേയ്ക്കാൻ വന്നതാ. Then അവരിങ്ങനെ ആടുകളിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഇറങ്ങി 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 പോവാം. The boy smiled and told him that the river was very close now. ആ ബോയ് നമ്മുടെ ബോയോട് എന്ത് പറഞ്ഞു, നമ്മുടെ ആട്ടിടയൻ പയ്യൻ എന്താ പറയുന്നത്, പേടിക്കേണ്ട, റിവർ എന്ത് ചെയ്യാനായി, ഏകദേശം അടുത്തെത്താനായി. Don't worry, you move on, you go on your journey. നീ നിന്റെ യാത്ര കണ്ടിന്യൂ ചെയ്യൂ, because the river is close. പുഴ എന്താണ്, ഇറ്റ് ഈസ് ക്ലോസ്, അടുത്താണ്. ഫീലിംഗ് ഹംഗ്രി. നമ്മുടെ ബോയ്ക്കാണ് ഭയങ്കര വിശപ്പുണ്ട് അല്ലേ. ഫീലിംഗ് ഹംഗ്രി, the lad unwrapped his loaf of bread and cut it in half, giving one half to the village boy. ഭയങ്കര വിശന്നിക്കുന്ന സമയം. മൂപ്പര് ഉടനെ എന്ത് ചെയ്തു, ലോഫ് ഓഫ് ബ്രെഡിന്റെ പകുതി എടുത്ത് പകുതിയാക്കി എന്ത് ചെയ്തു, പകുതി നമ്മുടെ വില്ലേജ് ബോയ്ക്ക് കൊടുത്തു. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാവും, നമ്മുടെ ബോയ്ക്ക് വില്ലേജ് ബോയ് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് അല്ലേ. ചില ആളുകൾ നമുക്ക് പെട്ടെന്ന് ഇഷ്ടമാവും, ചിലപ്പോൾ പെട്ടെന്ന് ഒരാട് നമ്മൾ സ്നേഹിച്ചു അല്ലേ. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒക്കെ നമുക്കുണ്ട്. അതേപോലെ വില്ലേജ് ബോയ് എന്താണ്, നമ്മുടെ ടൗണിൽ ബോയ്ക്ക് എന്തായി, ഇഷ്ടായി, ബ്രെഡിന്റെ പകുതിയെല്ലാം കൊടുത്തു. After a while his partner had to divert along a different path, leaving the boy alone once more. എന്താണ്, അവരോട് ഒറ്റയ്ക്ക് ഇരുന്ന് they ate in solitude while sitting on the mountain. അവർ ആ മൗണ്ടൈന്റെ ചെരുവിൽ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മള് എന്താണ്, വില്ലേജ് ബോയ് അവൻ അവന്റെ വഴിയിലേക്ക് തിരിഞ്ഞു പോയി. അവൻ പോയപ്പോഴോ ഇവനാണ് ഒടുക്കത്തെ മിസ്സിംഗും അല്ലേ. He was missing the local boy who was then no longer inside by the side of the mountain. His own house was likewise hidden from view. The river was not also visible. He started to get discouraged. അവൻ പോയി കഴിയുമ്പോൾ ഇവർ ഭയങ്കര വിഷമമായി. വില്ലേജ് പോയി പോയി കഴിയുമ്പോൾ മൂപ്പര് വീണ്ടും വീണ്ടും ജേണി എന്താന്ന് തുടങ്ങി. മല ഇങ്ങനെ കയറി 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 പോയി നോക്കി തുടങ്ങിയ സമയത്ത് ഇവന്റെ വീട് ഒരു ചെറിയൊരു വിസിബിൾ എന്ന ചെറിയ കാണുന്നുള്ളൂ. ആൾക്ക് എന്താന്ന് കുറച്ചൊക്കെ പേടിയാവാൻ തുടങ്ങി, കുറച്ചൊക്കെ ഡിസ്കറേജ്ഡ് ആവാൻ തുടങ്ങി, കുറച്ചൊക്കെ വിഷമം വരാൻ തുടങ്ങി അല്ലേ. He was sad he had used up all of the bread. മൂപ്പര് ഒരു കാര്യത്തിന് കൂടുതൽ വിഷമായി, ബ്രെഡ് മുഴുവൻ തീർന്നുപോയി. ഇനി വിശന്ന എന്ത് കഴിക്കും, മലന്റെ മേലൊന്നും, അതും ആലോചിച്ച് കൂടുതൽ സങ്കടം. He might need it again later. കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് വേണം, ഭക്ഷണം വേണം. He was adamant about getting to the river. പക്ഷെ എന്തൊക്കെയാണെങ്കിലും എന്താണ്, അഡമന്റ് എന്ന് പറഞ്ഞാൽ എന്താ, വഴങ്ങാത്ത. അപ്പൊ അവൻ എന്തൊക്കെ എന്താണ്, ഈ പുഴ കാണണം എന്നുള്ള അവൻ എന്തുണ്ട്, ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സാധിപ്പിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, അവൻ പോവുള്ളൂ. He continued walking along the hot, dusty, stony road through mud huts and terraced fields until there were no more fields or huts left, only forests and solitude and silence. അങ്ങനെ വീണ്ടും വീണ്ടും കയറാൻ തുടങ്ങി. കയറുമ്പോ എന്തൊക്കെ അവൻ കാണുന്നേ നോക്കിയേ. വാക്കിംഗ് അലോങ് ദ ഹോട്ട്, നല്ല ചൂടുള്ള ഡസ്റ്റി പൊടി നിറങ്ങിയ സ്റ്റോണി റോഡ്, കല്ലും മുള്ളും പൊടികളും നിറങ്ങിയ വഴി കൂടെ അവൻ ഇങ്ങനെ നടക്കാം. ത്രൂ മഡ് ഹട്ട്സിലെ ചെറിയ ചെറിയ കുടിലുകളുണ്ട്. ആൻഡ് ടെറസ്ഡ് ഫീൽഡ്സ് നിങ്ങൾ അട്ടിക്കട്ടിക്കായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളില്ലേ, അതൊക്കെ ഉണ്ട്. അൺടിൽ there were no more fields or huts. കുറെ കൂടി നടന്നപ്പോ എന്താണ്, ഒറ്റ കുടിലുകളില്ല, ഒരു ടെറസും ഇല്ല, ഒരു കൃഷിയും ഒന്നുമില്ല. അവനും ഒരു ഉണങ്ങിയ സ്ഥലം, കൊടും കാടും സൂര്യനും, ഇതൊക്കെ മാത്രം തുള്ളൂ. അവനും ഏകാന്തതയും അവിടെയുള്ള അവന്റെ നിശബ്ദതയും മാത്രം എന്താണ്, ഒറ്റയ്ക്കായി. The silence was both stunning and terrifying. ആ ഒരു സൈലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് അതിൻ്റെതായ ഭംഗി ഉണ്ടായിരുന്നു കാട്ടിലും, പക്ഷെ അതേ സമയം എന്താണ്, കുറച്ച് പേടിപ്പിക്കുന്നതുമാണ്. സ്റ്റണ്ണിങ് മീൻസ് എന്താണ്, ബ്യൂട്ടി. ടെറിഫൈങ് എന്ന് പറഞ്ഞാൽ എന്താ, പേടിപ്പിക്കുന്നത്. അപ്പൊ ചില കാര്യങ്ങൾ ആ ഒരു നിശബ്ദതയ്ക്ക് എന്തുണ്ട്, അതിൻ്റെതായ ഭംഗിയുണ്ട്. മറ്റു വശം നോക്കുമ്പോൾ അതിൻ്റെതായ ഭയാനകമായിട്ടുള്ള വശവുമുണ്ട്. The silence was broken into music. അങ്ങനെ എന്താണ്, ആ ഒരു നിശബ്ദത ഇങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ ഇരുന്നിരുന്ന് മിണ്ടാണ്ട് മിണ്ടാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക, അവിടെ തരിപ്പടിച്ച് നിൽക്കുന്ന സമയത്ത് the silence was broken into music when the boy rounded a tight bend. അവരിങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ വിഷമിച്ചിട്ട് അപ്പോഴാണ് അവർ കേൾക്കുന്ന ആ സൈലൻസിൽ എന്തോ ഒരു മ്യൂസിക്, സംതിങ് ഇസ് എന്താണ് ഹിയറിംഗ്. മ്യൂസിക് എന്ന് പറയുന്നത് വെറും എന്താണ്, നമ്മൾ തബല കൊട്ടുന്നതും പിയാനോ വായിക്കുന്നതാണോ?
നോ, നമ്മൾ ഇവിടെ ഒരു താളത്തിൽ ഒരു ഒരു ശബ്ദം കേൾക്കുന്നു. We can call that as music. So here the music was എന്തായിരുന്നു? The music of the flowing river. ഒഴുകുന്ന പുഴയുടേതായിരുന്നു. ഒഴുകുന്ന പുഴയുടെ ആ ശബ്ദം എന്ത് ചെയ്യാൻ തുടങ്ങി? അവൻ കേൾക്കാൻ തുടങ്ങി. The river fell over rocks far down in the valley. ദൂരെ നോക്കുമ്പോൾ എന്തുണ്ട്? പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. He stumbled and slipped. Stumble എന്ന് പറയുന്നത് അവൻ എന്ത് ചെയ്തു? ഓടി ഇടറിപ്പോയി. അവനിങ്ങനെ ടെൻഷൻ അടിച്ച സന്തോഷം കൊണ്ടല്ലേ. ഹി സ്റ്റംബിൾ ആൻഡ് ഇടറി. ഇടറി എന്ത് ചെയ്തു? ആളെ കാല് ഓടിപ്പോയപ്പോ കാല് സ്ലിപ്പ് ചെയ്ത് ആൾ എന്ത് ചെയ്തു? വീണു. ബട്ട് ഹി കെപ്റ്റ് റണ്ണിങ്. വീണെടുത്തുനിന്ന് അവൻ എന്ത് ചെയ്തു? ഓടിക്കൊണ്ടേയിരുന്നു അല്ലേ. ഹി വാസ് ദെൻ ആങ്കിൾ ഡീപ് ഇൻ ദി ഫ്രീസിംഗ് ആൽപൈൻ വാട്ടർ. സോ അവൻ എവിടെ എത്തിയത്? അങ്ങനെ വീണ് വീണ് ഓടി 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 എവിടെ എത്തി? തണുത്ത വിറയ്ക്കുന്ന ആൽപൈൻ വാട്ടറിലെത്തി. ആൽപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപക്ഷെ എന്താണ്? തുർക്കിഷ് ആ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു യൂറോപ്പ് സെൻട്രൽ യൂറോപ്പ് ആ ഒരു പാട്ട് കൂടെ ഒഴുകുന്നതാണ് ആൽപ്പ് റിവേഴ്സിലെ. ഒരു പക്ഷെ അവരായിരിക്കും ഉദ്ദേശിച്ചത്. എന്തായാലും അവരെന്താ ഇവിടെ എത്തി? ആൽപ്പിൻ വാട്ടറിൽ അവൻ എത്തി. നെക്സ്റ്റ് വൺ, ആൻഡ് ദ വാട്ടർ വാസ് വൈറ്റ് ബ്ലൂ ആൻഡ് ബ്യൂട്ടിഫുൾ. സോ ആ വാട്ടറിൽ ഇങ്ങനെ ആ തണ്ണിയിൽ ഇങ്ങനെ ഇറങ്ങി പുഴയിൽ ഇറങ്ങി ഇങ്ങനെ നിന്ന് ആ തണുപ്പൊക്കെ ഫീൽ ചെയ്ത് ആ ഭംഗി ഇങ്ങനെ ചുറ്റുപാടും അവനിങ്ങനെ നോക്കാണ്. ആ ചുറ്റുപാടും നോക്കുന്ന സമയത്ത് വാട്ട് വുഡ് ഹി സീ? അവൻ എന്താ കാണുന്നത്? വൈറ്റ് ആൻഡ് ബ്ലൂ, വെള്ളയും നീലും കൂടി കലർന്ന നിറത്തിലുള്ള ആ ഭംഗിയുള്ള പുഴ എന്ത് ചെയ്യാണ്? അവൻ കാണാണ്. ആൻഡ് അവൻ എന്താ പറയുന്നത്? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ചില കാഴ്ചകൾ കണ്ടാൽ നമ്മൾ അറിയാതെ പറയുമ്പോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അല്ലേ, എന്ത് ഭംഗിയായി കാണുന്ന. അതേപോലെ ഈ ഭംഗിയായിരുന്ന നീലയും വെള്ളയും കൂടി കലർന്ന ആ ഒരു ഭംഗിയുള്ള ആ ഒരു ആൽപൈൻ വാട്ടർ കണ്ടപ്പോ ഹി വാസ് എന്താണ്? മെസ്മറൈസ്ഡ് അല്ലേ. മെസ്മറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിലിങ്ങനെ പൂർണ്ണമായിട്ടും മുഴുകിപ്പോയി നമ്മുടെ ബോയ്. സോ ദിസ് ഈസ് ദ ബ്യൂട്ടിഫുൾ സ്റ്റോറി ഓഫ് എ ലിറ്റിൽ ക്യൂരിയസ് ബോയ്. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആദ്യ പാഠം ഇംഗ്ലീഷില്. ഒരു ചെറിയ വളരെ ക്യൂരിയോസിറ്റി നിറഞ്ഞിട്ടുള്ള നല്ല കുഞ്ഞു പയ്യന്റെ കഥ. നദി തേടി 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 അവസാനം എവിടെ എത്തി? നദിയിൽ തന്നെ എത്തിയ നമ്മുടെ കുഞ്ഞു പയ്യന്റെ കഥ ഇന്ന് നമ്മളിവിടെ പഠിച്ചു. സോ ഇതേപോലെ അടുത്ത പാഠം അതിൽ അടുത്ത ആക്ടിവിറ്റീസുമായിട്ട് വിത്ത് എ ന്യൂ കോണ്ടന്റ് വീഡിയോ മിസ്സിന്റെയും നിങ്ങളെ അൻവറ മിസ് വീണ്ടും വരും. ബിഫോർ വൈൻഡിങ് അപ്പ് ദ ക്ലാസ് മിസ്സിന് എന്താ പറയാനുള്ളത്? പ്ലീസ് 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 ഡു കമന്റ്സ് ഇൻ ദ കമന്റ് ബോക്സ്. നിങ്ങൾ കമന്റ് ചെയ്യണം കമന്റ് ബോക്സിൽ. ഓക്കെ, നിങ്ങൾ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ പ്ലീസ് ഡു യുവർ വാല്യുബിൾ കമന്റ്സ് ഇൻ ദ കമന്റ് ബോക്സ്. സ്റ്റോറിയാണ് പലപ്പോഴും നമുക്ക് അറിയാത്തത്. സോ സമ്മറി നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് എക്സാമിന്. കാരണം നമുക്കറിയാം ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ എന്താ? പാഠത്തിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കഥ എന്താണെന്ന് ശരിക്കും നമ്മൾ അറിഞ്ഞാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു ഡു സമ്മറീസ് നമ്മൾ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ താങ്ക് യു സോ മച്ച്. So we are winding up our class. Yeah, I will be back with a new content. Till that, you take care. See you soon. Your Anvara Miss from Xylem Learning. Thank you.